വയനാട് MP പ്രിയങ്ക ഗാന്ധിക്കെതിരെ കൽപ്പറ്റയിൽ മനുഷ്യച്ചങ്ങല തീർക്കാൻ LDF. MP എന്ന നിലയിൽ പ്രിയങ്ക ഗാന്ധി പരാജയമെന്ന് വയനാട് ജില്ലാ LDF കൺവീനർ CK ശശീന്ദ്രൻ പറഞ്ഞു. വീട് വെച്ച് നൽകാൻ പണം പിരിച്ച കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഇനിയും നിർമ്മാണം തുടങ്ങിയിട്ടില്ല. ഇതടക്കം വിവിധ വിഷയങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധമെന്ന് CK ശശീന്ദ്രൻ വ്യക്തമാക്കി. വയനാട്ടിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുണ്ടക്കൈ ചൂരന്മല ദുരന്ത അനന്തരം പുനരധിവാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾ ഉയർത്തി LDF ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം MP സ്ഥലത്തെത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. ഒരു മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കാനാണ് LDF തീരുമാനിച്ചിട്ടുള്ള LDFന്റെ ജില്ലാ കൺവീനറായിട്ടുള്ള CK ശശീന്ദ്രൻ മുൻ MLA അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. കൽപ്പറ്റയിൽ സെപ്റ്റംബർ 19-ാം തീയതി പ്രതിഷേധ മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ അതിൽ പങ്കെടുക്കും. ദുരന്തബാധിതരോട് അങ്ങേയറ്റത്തെ അവഹേളനവും അവരോട് വഞ്ചനയുമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും യൂത്ത് കോൺഗ്രസും നടത്തിയിരിക്കുന്നത്. അവരുടെ പേരിൽ പണം പിരിച്ച് ആ പണത്തിനൊരു കണക്കും ഇല്ല നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ, ലീഗിൻ്റെ കാര്യത്തിലാവട്ടെ വലിയ സാമ്പത്തിക ദുർവിനിയോഗം നടത്തിയതായിട്ട് ആക്ഷേപമുണ്ട്. തോട്ടഭൂമി വാങ്ങിച്ച് ആളുകളെ പറ്റിക്കുന്നൊരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. MP ആവട്ടെ ഈ കാര്യത്തിലൊന്നും ഒരു ഇടപെടലും നടത്തുന്നില്ല നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും വൈകാരികമായൊരു ദിവസമായിരുന്നു കഴിഞ്ഞ ജൂലൈ 30-ാം തീയതി. എല്ലാവരും അവിടെ എത്തി. പക്ഷേ നമ്മുടെ MP അവിടെ ഇല്ല. പ്രിയങ്ക ഗാന്ധി അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേന്ദ്ര ഗവൺമെൻറ് നിലപാടും അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി കഴിയില്ല. ജനാധിപത്യപരമല്ല, സുതാര്യമല്ല, കടുത്ത രാഷ്ട്രീയ വിവേചനമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കക്ഷികളോടുമൊക്കെയുള്ള രാഷ്ട്രീയ വിവേചനം കൊണ്ട് ഒരു ജനതയാകെ ശിക്ഷിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്. അതോടൊപ്പം ഈ ടൗൺഷിപ്പിന് വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള സ്ഥലം എൽസ്റ്റൺ എസ്റ്റേറ്റാണ്. ആ എൽസ്റ്റൺ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് കടുത്ത തൊഴിലാളി ദ്രോഹ നടപടി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തുടരുന്നവരാണ്. ഗ്രാറ്റുവിറ്റി കൊടുക്കില്ല, പ്രൊവിഡന്റ് ഫണ്ട് കൊടുക്കില്ല. കഴിഞ്ഞ ഓഗസ്റ്റ് 27-നുണ്ടായ ഒരു കോടതി നിർദ്ദേശപ്രകാരം ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടി മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഒളിച്ചു കളിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യം കൂടി LDF ഉന്നയിക്കുന്നു. ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഭൂമി പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത ഭൂമിയിൽ അവിടെ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്കായി സ്ഥലം അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. അതുമായി ബന്ധപ്പെട്ട നടപടികൾ 43 കോടി രൂപ നിലവിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി കൽപ്പറ്റയുടെ അനിവാര്യതയാണ് എന്ന ആവശ്യം കൂടി LDF ഉന്നയിക്കുന്നുണ്ട്. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.